അപ്പോൾ അമ്മ നമുക്ക് വേണ്ടി പൊങ്കൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു സൈഡ് ഡിഷ് കൂടിയുണ്ട്. എന്താ അമ്മ അത്? അതിന് പലതും ചെയ്യാം. കത്തിരിക്ക കൊണ്ടുണ്ടാക്കാം, വെറും തക്കാളി കൊണ്ടുണ്ടാക്കാം, ചട്നി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യണത് നമ്മൾ പൊങ്കൽ വടയും സാമ്പാറിന് ഒരു കോമ്പിനേഷൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് പരിപ്പ് കൊണ്ട് തക്കാളി പരിപ്പ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അത് നമുക്ക് തക്കാളി, പിന്നെ സബോള, പച്ചമുളക്, പിന്നെ മല്ലിയില, കരികപ്പല, സാധാരണ ഉള്ളത്. ഇത് എണ്ണ ഒഴിച്ച് വറ്റൽ മുളകും ഉലുവയും കടുകും കൂടെ കടുക് വറക്കണം. എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം എടുത്ത് അതിൽ നല്ലവണ്ണം വശക്കണം. വശക്കി ഒരു വാസന വരുമ്പോൾ നമ്മൾ ഈ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ആ പരിപ്പിനെ അതിൽ ഒഴിക്കുക. കഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് എടുത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഇറക്കിയതിന് ശേഷം നാരങ്ങ നീര് പിഴിഞ്ഞ്. അപ്പം പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകം നടക്കും. നമുക്ക് നോക്കാം. ഇത് എണ്ണ ഒഴിച്ചു, നീ വറ്റൽ മുളക് ഇട്ടു. അത് കുറച്ച് ഒന്ന് ചൂടാകാൻ ഇച്ചിരി സമയം എടുക്കും. അത് ചൂടാവട്ടെ. മുളക് ചൂടായി. ഇനിയിപ്പോൾ കടുക്, പിന്നെ കുറച്ച് ഉലുവ. ഇതൊക്കെ പഠിക്കുന്ന വീട്ടിൽ പോയി ചെയ്യുമോ? ചെയ്തു നോക്കും. അവസാനം ചെയ്തിട്ട് ഇവർ പറഞ്ഞു തന്നതാണെന്ന് പറയല്ലേ, നല്ല ശ്രദ്ധിച്ച് നോക്കിക്കോളണം. താണ്ട കടുക് കൂട്ടി അപ്പോഴത്തേക്കും കരിവേപ്പില. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, സബോള ഇതെല്ലാം കൂടെ അതിലിടുക. നല്ലവണ്ണം വഴങ്ങും. കുറച്ച് നന്നായിട്ട് വളർത്തും. തണുപ്പുള്ള ആഹാര സാധനങ്ങളൊക്കെ കഴിക്കുമോ? കഴിക്കും. അപ്പോൾ പാട്ടുകാരിങ്ങനെ തണുപ്പുള്ളൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ട്, പക്ഷെ എനിക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ കരിക്ക് വെള്ളം, നാരങ്ങ വെള്ളം, ഐസ ഇതെല്ലാം കാണുമ്പോൾ എന്നും കച്ചേരി ഒന്നും അല്ലല്ലോ. അപ്പോൾ നന്ദനത്തിലെ കഥാപാത്രം പോലെ തന്നെയാണോ ഒരുപാട് ആഹാരം കഴിക്കുന്നത്? അങ്ങനെ കഴിക്കില്ല. അയ്യോ, അങ്ങനെ പറയുകയും ചെയ്യും. ഞാൻ വളരെ കുറവാണ്. 2 ദോശ, കുറച്ച് ചോറ്, എല്ലാം എൻ്റെ വേണ്ടതല്ല. പക്ഷെ എല്ലാം ഭയങ്കര സ്വാദും നീറ്റായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് പിടിക്കില്ല, കഴിക്കില്ല. ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമാണോ? ഇല്ല. ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരം ചൂടായിരിക്കണം. ദോശയൊക്കെ ചൂടാ ഉണ്ടാക്കി, മുളക് കറി ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തേ കഴിക്കൂ. ഞാൻ എത്ര നേരമായാലും വെയിറ്റ് ചെയ്ത് ഞാൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കണം അല്ലേ? അതെ, ഒരെണ്ണം കഴിച്ചാലും നല്ല. ഇനി നമ്മുടെ തക്കാളി ഇതാണേ. സബോള, പച്ചമുളക്, വറ്റൽമുളക്, ഉലുവ, കടുക്, തക്കാളി, പിന്നെ തക്കാളി, കരിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നല്ലവണ്ണം വശക്കി. കണ്ടോ, നമ്മൾ ഒരുപാട് ഇട്ടു. പക്ഷെ ഇപ്പം ചുരുങ്ങി വശക്കെടുത്തപ്പം കുറച്ചായിട്ട്. ഇനി ഒരു 2-3 പ്രാവശ്യം കൂടി ഇങ്ങനെ ഇളക്കുമ്പോൾ കുറച്ചും കൂടി ചെറുതാകും. ഇതിന് ആവശ്യത്തിന് ഉപ്പ്. തക്കാളിയുടെ വാസന വന്നു. കണ്ടോ, വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് കായം ചേർത്തിട്ടുണ്ടല്ലോ. കായം, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്താണ് വേവിച്ച് കുക്കറിൽ വെച്ചത്. അതിനെ ഇതിൽ പൊഴിക്കും. സിനിമയിൽ അഭിനയിക്കുമ്പം ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്? ബുദ്ധിമുട്ടൊന്നോ? എൻ്റെ ദൈവമേ, കൊച്ചുകുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ്. അല്ലാതെ ഇപ്പോൾ പേടിയൊന്നുമില്ല. ഇപ്പം എല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന കഥാപാത്രം ടച്ച് ഇത് ചെയ്യണം, ഇങ്ങനെയാണ് എന്ന സിറ്റുവേഷൻ മാത്രം പറഞ്ഞാൽ മാത്രം മതി. കല്യാണരാമനിലൊക്കെ ഇങ്ങനെ കുറച്ച് നാണമൊക്കെ കുണുങ്ങി ഇങ്ങനെ അവർ പറഞ്ഞ് ഞാൻ ചെയ്തേ ഉള്ളൂ. ഞാനായിട്ട് അറിഞ്ഞ് ചെയ്തതല്ല. അപ്പോഴൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു സമയമായിരുന്നു. മോളെ, ഇത് ഞാൻ ഒരു ശകലം തരാം. കയ്യിൽ ചൂടാവൂ, ഏതിൽ ഒഴിച്ചു തരണോ ഒന്ന് നോക്കാൻ. എല്ലാം ഉണ്ട്. മുളകുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ മല്ലിയില നമ്മൾ ഒഴിച്ച് വെച്ചത് നമുക്കിതിനെ ഈ പാത്രത്തിലാക്കാം.
ഇപ്പോൾ ഇത് നമ്മളെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ഇറക്കി വെച്ചിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞു, മല്ലിയിലയും ഇട്ടു. അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ ഒരു ചെറിയൊരു വ്യത്യാസം കൂടെ വരും. നാളെ തോന്നുന്ന സ്പൂൺ കാണിക്കാൻ ഞാൻ ഒഴിച്ചു തരാം. എങ്ങനെയാ നോക്ക്. ഒരു ചെറിയ പുളി വന്നിട്ടുണ്ട്. വന്നോ? ബാക്കിയെല്ലാം ചേർവകളൊക്കെ ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ടേസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ പൊങ്കലും പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് എന്തായാലും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? പിന്നെ ഓക്കെ, വല്ല സമ്മാനം വല്ലതും ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ നല്ല കൈപ്പുണ്യുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. നല്ല കൈപ്പുണ്യമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സമ്മാനം തരികയാണെങ്കിൽ എന്നെ മറക്കരുത്. തീർച്ചയായിട്ടും സമ്മാനം തരാം കേട്ടോ. റവ പൊങ്കലും തക്കാളിക്കറിയും ഉണ്ടാക്കാനായിട്ട് കൈരളി ചാനൽക്കാരെ എന്നെ വിളിച്ച് ഇവിടെ ഒരു വേദി തന്നതിന് എനിക്കതീവ സന്തോഷമുണ്ട്. ഇതിനോട് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ അമ്മ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് 2 ഐറ്റമാണ് ഉണ്ടാക്കി തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത ആഴ്ച സെലിബ്രിറ്റീസ് കിച്ചണിൽ മറ്റൊരു അതിഥിയോടൊപ്പം കാണാം. നന്ദി, നമസ്കാരം.